പ്രതിരോധ രംഗത്ത് ഭാരതത്തിന്റെ പുതിയ തന്ത്രപരമായ കുതിപ്പ്. ബ്രഹ്മോസ് മിസൈലുകൾക്ക് പുറമെ പ്രതിരോധ മേഖലയ്ക്ക് ഡബിൾ പവറുമായി പ്രളയ മിസൈലുകളും ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമാവുകയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യയുടെ പരമ്പരാഗത പ്രഹരശേഷിക്ക് കൂടുതൽ കരുത്ത് നൽകും പ്രളയ്. അതിവേഗത്തിൽ അത്യന്തം കൃത്യതയോടെ ശത്രുവിന്റെ നിർണായക സൈനിക കേന്ദ്രങ്ങളെ തകർക്കാൻ ശേഷിയുണ്ട് നമ്മുടെ ഭാരതത്തിന്റെ പുതിയ തലമുറ തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈലായ പ്രളയ്ക്ക്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര പ്രതിരോധ മേഖലയുടെ ആകെ ശ്രദ്ധ പ്രളയ് പിടിച്ചുപറ്റിയത്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹ്രസ്വദൂര ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. പൃഥ്വി പ്രഹാർ മിസൈൽ സാങ്കേതിക വിദ്യകളുടെ മികച്ച സവിശേഷതകൾ സമന്വയിപ്പിച്ച് രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രളയ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണശേഷി ഇരട്ടിയാക്കുന്നു. 150 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി തകർക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി അന്തരീക്ഷത്തിൽ വെച്ച് ദിശ മാറ്റാൻ ശേഷിയുള്ളതാണ് പ്രളയ് മിസൈലുകളുടെ സവിശേഷമായ സഞ്ചാരപാത. ശത്രുക്കളുടെ റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും വെട്ടിച്ചു മുന്നേറാൻ ഈ മിസൈലിന് എളുപ്പത്തിൽ സാധിക്കും. അതുകൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് ശത്രുപാളയത്തെ തച്ചുടയ്ക്കാൻ ഭാരതത്തിനാകും. തൊടുക്കുമ്പോൾ മണിക്കൂറിൽ വേഗത വർദ്ധിക്കുമെങ്കിലും ഈ മിസൈലുകൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ഹൈപ്പർസോണിക് വേഗത കൈവരിക്കാനുള്ള പ്രത്യേക ശേഷിയുമുണ്ട്. റോഡ് മാർഗം എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നാണ് പ്രളയ് മിസൈലുകൾ തൊടുത്തുവിടുന്നത്. ഹൈ മൊബിലിറ്റി ട്രക്കുകളിൽ ഘടിപ്പിച്ച ഇരട്ട ലോഞ്ചർ സംവിധാനത്തിൽ നിന്ന് ഇവ തൊടുത്തുവിടാം. 10 മീറ്ററിൽ താഴെ മാത്രം CEP കൃത്യതയുള്ള ആധുനിക ഗൈഡൻസ് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ പെട്ടെന്ന് തയ്യാറാക്കി ശത്രു കേന്ദ്രങ്ങളിലേക്ക് തൊടുക്കാൻ സാധിക്കുന്നത് ഇതിന്റെ സവിശേഷതയാണ്. 350 മുതൽ 700 കിലോഗ്രാം വരെ ഭാരമുള്ള പരമ്പരാഗത സ്ഫോടന വസ്തുക്കളെ വഹിക്കാൻ ഈ മിസൈലിന് ശേഷിയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ച് തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് DRDO പ്രളയ മിസൈലുകൾ വികസിപ്പിച്ചിട്ടുള്ളത്. തന്ത്രപ്രധാന മേഖലകളിൽ എതിരാളികൾക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യയുടെ ഈ പുതിയ മിസൈൽ വിന്യാസം സഹായിക്കും. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ആർമിയുടെയും എയർഫോഴ്സിന്റെയും പ്രധാന ആക്രമണ നിരയിലേക്ക് ഈ മിസൈലുകൾ പൂർണ്ണമായും ചേർക്കപ്പെടും. ആഗോള വിപണിയിലും അന്താരാഷ്ട്ര പ്രതിരോധ നിരീക്ഷകർക്കിടയിലും ഇന്ത്യയുടെ ഈ പുതിയ ഡബിൾ പവർ മിസൈൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതിന് കാരണം ഒന്ന് മാത്രമാണ്: വിദേശ ഇറക്കുമതി കുറച്ച് തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ വിജയം തന്നെ.